മോളേക്ക് എങ്ങനെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ വരുന്നത്. നീ അവനെന്ന് നോക്കി. വാട്ട് ഈസ് ദിസ് മൈ ഹസ്ബൻഡ്? ഇതാണോ പെണ്ണ്? ഈ ചരക്ക് ഇവളോ? നന്നായി. കാത്തിരുന്ന് കെട്ടാൻ വേണ്ടി ഇരുന്നത് ഇവളെയായിരുന്നോടാ. നിന്റെ ജീവിതം എന്തായാലും കുറഞ്ഞാട്ടേ. എന്ത് പറ്റി? രണ്ടാളും നല്ല ടെൻഷനിലാണല്ലോ. ടെൻഷൻ ഇല്ലാതിരിക്കോ? എന്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണല്ലേ. എനിക്കിനി വീട്ടില് സ്വസ്ഥായിട്ട് ഇരിക്കാലോ. അമ്മയ്ക്ക് പിരികെട്ടി കൊടുക്കാൻ നീയില്ലല്ലോ. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരില്ലടാ. അപ്പൊ അറിയാം ഞാനില്ലാത്തതിന്റെ വിഷമം എന്താണെന്ന് നിനക്ക്. ഇപ്പൊ തന്നെയുണ്ട് എനിക്ക് വിഷമം. പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. അതിലേറെ പേടിയും. എത്തിപ്പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാ നീ ഇപ്പൊ കയറി ചെല്ലാൻ പോകുന്നത്. അപകടം ഏത് വഴി വേണമെങ്കിലും വരാം. വിഷമിക്കാതിരിക്കേട്ടാ. എനിക്കറിയാം എന്നെ സൂക്ഷിക്കാം. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങി തിരിച്ചത്. എന്നെ മക്കളെ നോക്കി നിൽക്കണേ. മണ്ഡപത്തിലേക്ക് കയറൂ. മുഹൂർത്തത്തിന്റെ സമയം തെറ്റിക്കണ്ട. ചെല്ല്. എനിക്കറിയില്ലായിരുന്നു ഞാൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. നമ്മൾ തമ്മിൽ മുൻകരുതിയുള്ളത് ഇപ്പൊ ആരും അറിയണ്ട. I don't like you. I hate you. മോനെ നരേഷ്. എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? പറഞ്ഞോളൂ. മോനെ മോൻ നല്ല കുട്ടിയാ. അമ്മയായി പോയില്ലേ, അതുകൊണ്ട് പറയാം. തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മോള് അവളൊരു പാവാ. കുറച്ച് അഹങ്കാരമുണ്ട് കയ്യിൽ പൈസയുടെ. പിന്നെ കുറച്ച് വെളിവില്ലായ്മ. എൻ്റെ മോളെ മോനൊന്നും ചെയ്യരുത്. അവളുടെ ഡാഡ ചെയ്ത തെറ്റിന് അവളോട് പ്രതികാരം ചെയ്യരുത്. ഞാൻ മോൻ്റെ കാല് പിടിക്കാം. അയ്യോ അമ്മ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഞാൻ പ്രതികാരം ചെയ്യാനൊന്നല്ല കല്യാണം കഴിച്ചതെന്ന് അമ്മയ്ക്ക് അറിയാലോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അമ്മയുടെ മോളെ നോക്കിക്കോളാം. അവളുടെ അഹങ്കാരമൊക്കെ ഞാൻ തീർത്തെന്നോളാം. അമ്മ പേടിക്കണ്ട. പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട്. ഇവനെന്തെങ്കിലും മോളെ ചെയ്യുകയാണെങ്കിൽ അവനെ ഞാൻ ശരിയാക്കിക്കോളാം. എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ മോളെ കണ്ടോളാം. എനിക്കെന്തായാലും സമാധാനമായിട്ടിരിക്കാം. ചാർമി മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൾക്ക് തണലായിട്ട് ഞാൻ എന്നുണ്ടാവും. അവരൊന്നും ചെയ്യുന്നുള്ള പേടിയൊന്നും വേണ്ടാട്ടോ. എൻ്റെ മോൾക്ക് തുണയായി നിൽക്കുന്നു പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. അവൾക്ക് പരിഷ്കാരങ്ങളൊന്നും അറിയില്ല. ചേരിയിൽ വളർന്ന പെൺകുട്ടിയല്ലേ. അതും അച്ഛനില്ലാത്തോണ്ട് എൻ്റെ തണലിൽ അവള് വളർന്നത്. എൻ്റെ കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ക്ഷമിക്കണം. Dad, are you happy today? മോളേക്ക് എങ്ങനെ? നീ എന്താ ഇവിടെ? ഈ സമയത്ത് നീ അവരുടെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ? സമയമായി തുടങ്ങി. മോള് ചെല്ലേ. My dad is very happy today. You really love me, Dad? I don't believe that. You love me. Why? Why do this me, Dad? That poor guy. Wait, driver. You? മോളെ, ജോലിയിലൊക്കെ എന്തിരിക്കുന്നു? ജോലി ചെയ്ത് ആളുകൾ മുന്നേറല്ലേ, അതുപോലെ അവനും ചെയ്യും. മോള് പോവാൻ നോക്ക്. Yeah. Work is not important, Dad. Character is important. I know. Always. You are my hero, Dad. I really love you, Dad. Really, really love you. And bye. I'm sorry, my baby. Really sorry. ദാ പാല് കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നോളൂ. എന്താടി നീ ആളെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? നിന്റെ കഴുത്തിൽ താലി കയറിയെന്ന് വിചാരിച്ച് ഇവിടുത്തെ കെട്ടിലമ്മയായി വാഴാന്ന് വിചാരിച്ചോ? ഇവിടുത്തെ വേലക്കാരുടെ വില പോലും ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല. എന്റെ ഭാര്യ എന്നുള്ള പദവി നീ പ്രതീക്ഷിക്കാനേ വേണ്ട. നിങ്ങളുടെ കൈ കൊണ്ടുള്ള താലി എൻ്റെ കഴുത്തിൽ കയറി, അത് മതി. അല്ലാതെ നിങ്ങളുടെ കൂടെ കിടക്കെ പങ്കിടാനോ നിങ്ങളുടെ കെട്ടിലമ്മയെ വാഴാനോ എനിക്ക് ആഗ്രഹമില്ല. നീ ഇപ്പൊ അഹങ്കാരത്തോടു കൂടി ഇവിടെ സംസാരിക്കുന്നത്. എന്റെ കിങ്ങിണി അവളല്ലേ നിങ്ങളുടെ തുറപ്പിച്ചിട്ട് കളിക്കടി, കളിക്ക് നീ.
എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ ഇവിടെ പോച്ചയ്ക്ക് നിന്ന് കത്തും. എൻ്റെ ജീവനവള്. അവളെ അവനൊന്ന് ദ്രോഹിക്കട്ടെ, പിന്നെ കാണും ഞാൻ ആരാണെന്ന് നീയൊക്കെ. തോൽവികൾ ഏറ്റുവാങ്ങി മടുക്ക എനിക്ക്. അവന്റെ മുന്നിൽ എത്രാമത്തെ പ്രാവശ്യം? ഇപ്രാവശ്യം അവൻ ജയിച്ചു എല്ലാം കൊണ്ടും. ഡാഡ് ഒന്ന് കൂൾ ഡൗൺ ആവ്. എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറുന്നത്? അങ്കിളും നമ്മളും ഫാമിലി ഫ്രണ്ട്സ് അല്ലേ? ഒന്നാമത് കിങ്ങിണിയുടെ കല്യാണം ആ ചേരിയിലെ ആളുമായിട്ട് നടത്തിയതിന് ദുഃഖിച്ചിരിക്കുക ഞാൻ. ഡാഡിന് അതിനെക്കുറിച്ചുള്ള വിഷമമൊന്നുമില്ല. നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ആ പെങ്കുച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നേനെ. അതിലെങ്ങനെയാ എൻ്റെ ഒരു സ്വഭാവം നിനക്ക് കിട്ടിയിട്ടില്ല. നീ എൻ്റെ മോൻ തന്നെയാണോടാ? സഹതാപവും സ്നേഹമൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഒരുത്തൻ. ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ട് എന്നെ കൂടെ പറയിപ്പിക്കരുത്. അവൻ ഇപ്പൊ ആ ചേരിയിലെ കല്യാണം നടത്തിയിട്ടേ എല്ലാവരും മുന്നിൽ ആളായിരിക്കുക. പണവും പ്രശസ്തി കൊണ്ട് എന്ത് നേടാനാ ഡാഡാ? ഡാഡയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ധനരാജ് അങ്കിള്? ആ അങ്കിളിനെ വെറുപ്പിക്കണം. ആകെ കൂടിയുള്ളൊരു ബന്ധം. ജീവിതത്തിൽ എപ്പോഴും ബന്ധങ്ങളാണ് വലുത്. സൗഹൃദമായാലും രക്തബന്ധമായാലും. ഡാഡ മമ്മയെ തന്നെ ഇല്ലാതാക്കി. ഇനി നിർത്തണം. നിന്റെ തൊള്ളയുടെ അതേ സ്വഭാവം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഉപദേശിക്കാൻ വന്നേക്കരുത് നീ എന്നെ. നിന്റെ കോൺമുനി കട്ടുപോർത്ത് ഇറങ്ങിപ്പോടാ. Oh God, so hot. ഇവിടെ AC ഇല്ലേ? എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ആ ജനലങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാലേ നല്ല തണുത്ത കാറ്റുണ്ടാവും. പിന്നെ നല്ല നിലാവും കാണാം. ഇത് നോക്ക്, ഈ വീട് ഈ ചേരിയിൽ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാ. ചേരിയുടെ ഒരു വീടെന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം. അതുകൊണ്ട് കണ്ടറിഞ്ഞു വേണം. ഇവിടെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. നിന്റെ മാളികപ്പുറത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. But I don't like this place. This place is very dirty. ഒരുപാട് ചിനുങ്ങണ്ട. നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞു ഇത് നിന്റെ വീടല്ലാന്ന്. ഇവിടെ എൻ്റെ അമ്മ എന്ന് അടിച്ചൊരു വൃത്തിയാക്കണം തന്നെയാ. തുടക്കലും ഉണ്ട്. അതിന്റെ ഭംഗി എവിടെയുണ്ട്. നിനക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിടിച്ചോളൂ ഇതൊക്കെ. പിന്നെ നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താവായിട്ടുള്ള ബന്ധമൊന്നും ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് നിന്നെ കല്യാണം കഴിച്ചത്. I know. I don't expect anything from you. ദക്ഷ, ഇവിടെ ആർക്കും അത്ര ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ. ആ കൂടി എൻ്റെ അനിയത്തിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഒരുപാട് ഇംഗ്ലീഷിൽ അറിഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. മലയാളത്തിൽ സംസാരിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക്? ഗുഡ് മോർണിംഗ് ആൻറ്റി. ആ മോളെ ഇത്ര രാവിലെ എണീറ്റോ? മോളക്ക് സാരി എന്നെല്ലാം ചേരുന്നുണ്ട് കേട്ടോ. കുങ്കുമം താലിമാലയൊന്നും ഇട്ടില്ലേ മോളെ? ഇവിടെയൊക്കെ അത് ഇട്ടോളൂ കേട്ടോ. അല്ലെങ്കിൽ അപ്പുറത്തുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. ഐ ഡോണ്ട് റിപ്പീറ്റ് അഗെയിൻ ആൻറ്റി. മോള് പറഞ്ഞതൊന്നും എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തൊന്നുമില്ല. ആകെ കൂടി സോറി താങ്ക്സ് എന്ന് മാത്രം അറിയാം. അതെങ്കിൽ പിള്ളേർ അങ്ങോട്ട് പറയണ കേട്ടിട്ട്. പിന്നെ ഈ ആൻറ്റീന്നൊന്നുമല്ല കേട്ടോ, അമ്മ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ അമ്മ. റിയലി സോറി. എനിക്ക് മലയാളം അത്ര അറിഞ്ഞൂടാ. അതൊന്നും സാരമില്ല മോളെ. ഈ ചുമ പുക തട്ടിയിട്ടേ എപ്പോഴും ഉണ്ട് അമ്മയ്ക്ക്. മോളെ അമ്മയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ച അമ്മ മോളെ മലയാളം പഠിപ്പിക്കാം. പ്രശ്നം തീർന്നല്ലേ? അമ്മ എനിക്ക് ജ്യൂസ് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ദക്ഷ, ഇത് എൻ്റെ അമ്മയാ, അല്ല നിന്റെ ബാലിക്കാരിയല്ല. ചോദിക്കുമ്പോൾ ജ്യൂസും കാപ്പിയൊക്കെ എടുത്തരാൻ വേണ്ടി. നീ ഇപ്പം എന്തായാലും അടുക്കളയിൽ കയറിയതല്ലേ? അതും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ. നീ തന്നെ എന്തായാലും പാചകം ചെയ്. അമ്മ എന്തായാലും ചോറ് വെച്ചിട്ടുണ്ട്, രാവിലത്തെ പലഹാരമായിട്ടുണ്ട്. ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ നീ വെക്കി. അമ്മ സഹായിക്കാൻ നിൽക്കണ്ട. What? I don't know how to cook. അമ്മ പ്ലീസ്. എനിക്ക് പാചകം അറിയില്ല. സത്യമായിട്ട് അറിയില്ല. നാരാ, മോൾക്ക് കുക്കിംഗ് അറിയില്ലെന്നല്ലേ പറയുന്നേ? എന്തിനാ കുട്ടീനെ ബുദ്ധിമുട്ടിക്കുന്നേ? കയ്യെ മുറുക്കി പുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും. പാചകം പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അമ്മ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിച്ചത്? അമ്മേന്റെ കൂടെ വന്നേ. ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മേ. Oh no, please believe me. I don't know. Please believe me. എനിക്ക് അറിയില്ല. ഹലോ, അറിയാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെന്നേ. ഒരു പച്ചക്കറിയുടെ ഒരു കഷ്ണം എടുക്കാനിട്ട് അതിനെ കച്ചറിയുക.
ഇന്നത്തെ പാചകം തന്റെ വകയാണല്ലേ. ഓ അമ്മായി, ഇന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കാം. ഞാൻ ഇന്ന് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഓ മൈ ഗോഡ്. എന്റെ നര, ആ കൊച്ചു വന്ന് കേറിയിട്ടില്ലല്ലോ. അപ്പേക്ക് അതിന് പണി കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ. പിന്നെ പണി കൊടുക്കാതെ പിന്നെ മാതാമെ പോലെ ഇരിക്കുന്നോള് കുറച്ച് കരിമോണ്ടി കൊണ്ട് കറക്കട്ടെ. എൻ്റെ അമ്മ അവളുടെ വാലിക്കാരിയൊന്നല്ല. ഓ, ഞാനൊന്നും പറയാനില്ലേ. എടാ, നമുക്കിനിയിപ്പോ ലോഡ് വരുന്നത് ഏത് സമയത്താണെന്ന് അറിയോ? ഉച്ച കഴിഞ്ഞിട്ടേ നമുക്ക് വർക്കുള്ളൂ. അപ്പോൾ പോയാൽ മതി. ഇന്നിപ്പോ 2 ലോഡ് ഇറക്കാനുണ്ടെന്നാ മുതലാളി വിളിച്ച് പറഞ്ഞത്. എങ്ങനെ ഇത് കട്ട് ചെയ്യൂ? ഐ ഡോണ്ട് നോ. 1 2 3. ഓക്കെ. Oh no, this is a big pieces. And 3 4 5 6 7 8. Okay. അമ്മേ, ഇത് എന്ത് തരം കറിയാണെന്നാ അമ്മയ്ക്ക് കണ്ടിട്ട് തോന്നുന്നത്? എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ കുഞ്ഞെ. നീ എന്തായാലും ഇതൊന്നും കഴിക്കണ്ട കേട്ടോ. നിന്റെ ഏട്ടന് വേണ്ടി എൻ്റെ ഏട്ടത്തിമ്മ ഉണ്ടാക്കുന്ന കറിയല്ലേ. മക്കളെ, മോനെ നര, ചന്തു, ഭക്ഷണം റെഡിയാ, വരൂ. അമ്മായി, ഞാൻ വന്നു. ഓ, വല്ലം വയറ് നിറച്ച് കഴിച്ചിട്ട് വേണം ലോഡ് ഇറക്കാൻ പോവാൻ. എൻ്റെ അമ്മ വിശക്കുന്നുണ്ട്. 2 മണിയായി. ഇത്ര നേരായി ഇത്. വേഗം വിളമ്പ്, കഴിക്കട്ടെ. നര, നിന്റെ ഭാര്യ ഉണ്ടാക്കിയത് കഴിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നല്ലേ. എല്ലാ കറികളും അവൾ ഉണ്ടാക്കിയതാ. കഴിച്ചോ. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം കുക്കിംഗ് ആൻഡ് ദിസ് ഇസ് യു ആൻഡ് യു. അല്ല, ഇത് എന്തോ സാധനം? ഇതെന്ത് വെറൈറ്റി വല്ലതാണോ? എന്തുവാടാ ഇത്? ഇതൊരു വകയിലുള്ള ദൊട്ടലിയാ. ഇഡലിയുടെ ഡീ, ദോടെ ദോ. ഐ ആം കമ്മിങ്. ദിസ് ഈസ് എ ഗുഡ് കറി. അതെ അതെ, നല്ല കറിയാ. ഈ കഷ്ണങ്ങളൊക്കെ கொஞ்சம் ചെറുതായി പോയെന്ന് തോന്നുന്നു. I also thought very small pieces, but next time I will cut the big pieces. അടുത്ത പ്രാവശ്യം വലുതാക്കി കട്ട് ചെയ്ത് തരാന്ന്. ഞാൻ വെറുതെ. ഓ അയ്യോ, ടൈം പോയി തരുന്നില്ല അമ്മ. എനിക്ക് 2:30 ആകുമ്പോഴേക്കും ലോഡ് എടുക്കാൻ പോകണം. ഞാൻ പിന്നെ വന്ന് ഫുഡ് കഴിച്ചോളാം. നീ വാടാ. പാവം കൊച്ച്. ഡാ, രണ്ടുപേരും അവിടെ നിന്നേ. നിങ്ങൾക്ക് ഇപ്പൊ വിശക്കുന്നല്ലേ? ഏയ് ഇല്ലമ്മ, വിശപ്പ് മാറി. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് അവൾ ഉണ്ടാക്കിയത്. ആ കുട്ടി ആ കാര്യം പോകെ കൊണ്ട് കോലം നോക്കണ്ടേ. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ രണ്ടും പോയാൽ മതി. ഇരിക്കടാ അവിടെ. അമ്മായി, ഞങ്ങൾ അമ്മായിയുടെ മക്കളല്ലേ. ആ പരിഗണന. മോളെ നന്ദു, വിളമ്പി കൊടുക്കണേ. ഇരിക്കടാ അവിടെ. നീ അധികം കഴിക്കാൻ നിൽക്കാതെ ഇരുന്നോണം മര്യാദയ്ക്ക്. രണ്ടുപേരെ കഴിക്കേ. രണ്ടുപേരും എടുത്ത് കഴിക്ക്. ഭാവി എടുത്ത് എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നറിയോ? ഓ, കഴിച്ചാ പോരെ, കഴിക്കുക തന്നെയാണ്. പാവം. ഏട്ടനെന്ന് നോക്കിയിരിക്കുന്നേ. കഴിക്കേട്ടാ. കഴിക്കുമോനെ കഴിക്ക്. ഇത് മുഴുവൻ തീർത്തിട്ട് എന്റെ കുട്ടി ഇവിടുന്ന് എഴുന്നേക്കാവൂ കേട്ടോ. Are you crying? Why are you crying? Are you okay? നിങ്ങളെ ഒന്നും പറയാനില്ല. ഇതുപോലത്തെ പാചകം ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കരുത്, ഒരിക്കലും ഉണ്ടാക്കരുത്. What happened to them, അമ്മ? ഒന്നുമില്ല ഏട്ടത്തി, അവർക്ക് വയറിലൊരു ഗുളുഗുളു, അതുകൊണ്ട് ഓടിപ്പോയതാ. ഓ, ഏത് കാലം കെട്ട നേരത്താണ് അവളോട് പാചകം ചെയ്യാൻ പറഞ്ഞത്. ഇന്നത്തെ എന്റെ പണിയും മുടങ്ങി. അയ്യോ, എന്റെ വയറ്. What happened? Are you okay? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നീയേ അടുത്ത കാലത്ത് നീ അടുക്കളയിലേക്ക് കയറണ്ട. എൻ്റെ അമ്മ തന്നെ വെച്ചുണ്ടാക്കിക്കോളും, കേട്ടല്ലോ. Oh no,
but I like it. Interesting. Cooking is very, very interesting. You like it, my food, am I right? ഓ, എൻ്റെ പൊന്നു കൊച്ച്, അത് ഓർമ്മിപ്പിക്കല്ലേ. ദൈവത്തെ ഓർത്ത് അല്ല, എൻ്റെ ജീവനെ ഓർത്ത്. ദേ, നീ ഈ അടുക്കളയിൽ കയറരുത്. ഈ ചേരിക്ക് വേണ്ടി എൻ്റെ ജീവൻ കളഞ്ഞ് 6 അടി മണ്ണി പോവാനും ഞാൻ തയ്യാറാ. പക്ഷെ അതും പറഞ്ഞ് നിന്റെ ഭക്ഷണം കഴിച്ച് 6 അടി മണ്ണിയോടെ പോവാൻ എനിക്ക് താല്പര്യമില്ല കുട്ടി. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. എൻ്റെ തെറ്റാ നിന്നോട് പാചകം ചെയ്യാൻ പറഞ്ഞത്. എൻ്റെ മാത്രം തെറ്റാ, പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്ക്, നിന്റെ വീട്ടിൽ കൊടുന്നാക്കി തരാം. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ചെല്ല് ഓ, വേഗം ആവട്ടെ. അമ്മ കാത്തിരിക്കായിരുന്നു നിങ്ങൾ രണ്ടുപേരെ. എന്താ മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ? അല്ല, നിന്റെ കയ്യിന് ഇതെന്ത് പറ്റി? ശരിയാണല്ലോ, എൻ്റെ മോളുടെ കൈ നന്നായി മുറിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് വേദനിക്കുന്നുണ്ടോ മോളെ? മോളെ രക്ഷു, നീ ഓക്കെ അല്ലേ? ഡോക്ടറെ കാണിച്ചില്ലേ? നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ പോണോ? മമ്മ റിലാക്സ് ആൻഡ് ബ്രദർ റിലാക്സ്, ഐ ആം ഓക്കെ. കുക്കിംഗ് ചെയ്ത സമയത്ത് പറ്റിയതാ. കുക്കിംഗ് ചെയ്തെന്നോ? എന്താ മോളെ നീ പറയുന്നത്? നിനക്ക് അറിയാത്ത ജോലിയല്ലേ ഇത്? ഒന്നാമത് അവിടെ പണി ചെയ്യാൻ വേറെ ആരുമില്ലേ? നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? ധനുഷ്, എന്തിനാണ് നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? അവള് കുക്കിംഗ് ചെയ്തു എന്നല്ലേ പറഞ്ഞല്ലോ, വേറൊന്നും സംഭവിച്ചില്ലല്ലോ. കയ്യിച്ചിരി മുറിഞ്ഞില്ലല്ലോ, അത് ചെറിയൊരു മുറിവാ, അതൊക്കെ തനി ഉണങ്ങിക്കോളും. ഇത് ഞൂരി പെരുപ്പിച്ച് വലിയ കാര്യമാക്കൊന്നും വേണ്ട. അവൻ പറഞ്ഞാൽ എന്താ തെറ്റ് ശോഭന? അവൾക്ക് ഇതൊന്നും അറിയാത്തതല്ലേ. നര, ഇവളുടെ പേരിലൊരു വീടുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് മാറി താമസിച്ചൂടെ? എങ്ങനെ ആ ചേരിയിൽ കഴിയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മോൾക്ക് അതൊന്നും ശീലമല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. ഞങ്ങൾ ചേരിയിലാണെങ്കിലും ചെറിയൊരു വീട് ഞങ്ങൾക്കായിട്ട് തന്നെ ഉണ്ട് അവിടെ. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള സൗകര്യമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. ദക്ഷു എല്ലാം പഠിച്ചോളും, ഞാൻ അവളെ സഹായിച്ചോളാം. പിന്നെ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട്. വെറുതെ എന്തിനാ മാറി താമസിച്ച് ബുദ്ധിമുട്ടുന്നത്? ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് ആ ചേരി പൊളിക്കാനല്ലേ അച്ഛാ. ചാർമി, എന്താ നീ ഈ റൂമിൽ തന്നെ ഇരിപ്പാണ്? പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. എന്താ പറ്റി? ഇവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല നാരേട്ടാ, എല്ലാം നല്ലതുപോലെ തന്നെയാ. അമ്മ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. എന്നോട് വേണമെങ്കിൽ നീ പഠിക്കാൻ കോളേജിലൊക്കെ പൊക്കോളാനാ അമ്മ പറഞ്ഞത്. Who is here? Huh? What are they talking about? I can't see anything. I can't hear anything. Something wrong. പഠിക്കാൻ പോണെന്നാണെങ്കിൽ നീ പഠിക്കാൻ പോക്കോളൂ. ഒരു കുഴപ്പം വിചാരിക്കണ്ട. എപ്പോഴും ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്തിനാ നരേട്ടാ ഇനി പഠിച്ചിട്ട്? എന്റെ ഭാവി ഇതോടെ കൂടി തീർന്നില്ലേ? ഇനി എനിക്ക് എന്ത് ഭാവിയുള്ളത്? ആ കോളേജിലേക്ക് ഇനിയും പോവാൻ എനിക്ക് താല്പര്യമില്ല. നരേട്ടൻ എന്നെ വിവാഹം കഴിക്കായിരുന്നെങ്കിൽ. ചാർമി, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയരുത് നീ. നിന്റെ ഭാവി നിന്റെ കൈക്കുള്ളിൽ തന്നെ ഇപ്പോഴും. ആർക്കും നീ വിട്ടുകൊടുക്കരുത്. ആരെയും പേടിച്ചിരിക്കും വേണ്ട. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. What? She is my husband, ex-lover. Oh my poor brother, she is cheating you. What should I do? God, please help me. നിനക്ക് കോളേജിൽ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീ പൊക്കോ. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാൻ നോക്കട്ടെ. വീട്ടിലെല്ലാവരും നിന്നെ അന്വേഷണം എന്ന് പറയാൻ പറഞ്ഞു. നിനക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, കാരണം നിന്റെ ഭർത്താവ് അവിടേക്ക് വരില്ലല്ലോ. എന്തായാലും ശരി എന്നാ. ദക്ഷ, എന്തു പറ്റി? വീട്ടിൽ വന്ന എൻ്റെ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. അവിടുന്ന് വരുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നല്ലോ. Nothing. I'm very happy. Nare, may I ask something? ആദ്യമായിട്ടാണല്ലോ നീ എൻ്റെ പേര് വിളിക്കുന്നത്. എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. Nare, I don't know you and you don't know me. What was the reason for marrying me? നീ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. തൽക്കാലം എനിക്കതിന് മറുപടിയില്ല. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഉത്തരങ്ങൾ ചില സമയത്ത് നൽകാതിരിക്കുന്നതായിരിക്കും അതിൻ്റെ ശരിയായ രീതി. Why don't you tell me the answer? I want to know the reason of what happened. Do you like me? Your look, you don't.
But why? Why are you marrying me? Any reason? No? കട്ടിനിമ്മി ഒന്ന് നിൽക്കുമോ? എന്താ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വേണോ? ഞാൻ എടുത്തു തരാം. ഈ ഒന്നും വേണ്ട കട്ടിനിമ്മ എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കട്ടിനിമ്മ നല്ല കുക്കാണ് കേട്ടോ. ഐ ലവ് ഇറ്റ് യുവർ ഫുഡ് ആൻഡ് ലൈക്ക് ഇറ്റ്. കട്ടിനിമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ? എന്താ കുഞ്ഞി പറയുന്നേ? കിങ്ങിണി മോളെ ഈ കയ്യിലെടുത്ത് നടന്നല്ലേ ഞാൻ. എനിക്ക് കുഞ്ഞിനോട് എന്ത് വിരോധം ഉണ്ടാവാനാ? താങ്ക് യു കട്ടിനിമ്മി, ഐ ലവ് ഇറ്റ്. കട്ടിനിമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചില്ല. എന്താ എൻ്റെ കിങ്ങിണി മോളെ എങ്ങനെ? കട്ടിനിമ്മയ്ക്ക് കുഞ്ഞിനോട് എന്ത് വിരോധം ഉണ്ടാവാനാ? കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ലേ.